ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഫുൾ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല. ഗുഡ് മോർണിംഗ്. നോക്കൂ, 10:30 എത്രയായി? 11 മണിയായി. കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ കിടക്കണത്. അല്ലെങ്കിൽ രാവിലെ ഇങ്ങനെ റോബോട്ടിനെ പോലെ എണീറ്റ് ഓർണതാണല്ലോ. ഈ സമയമൊന്നും കണ്ടിട്ടില്ല ഈ വീട്ടിൽ നിന്നിട്ട്. ഇന്നിങ്ങനെ ഫുൾ റിലാക്സിങ് മോഡാണ്. നമുക്ക് എണീറ്റിട്ട് എന്തേലും കഴിക്കാം. എന്തേലൊന്നുമില്ല, ബണ്ണുണ്ട്, ബണ്ണ് കഴിക്കാം. അത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. ചെറിയ വിശപ്പ് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എണീക്കാം, ഫ്രഷ് ആവാം, ഫുഡ് കഴിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. മിൽമേലുള്ള പശു, വേറൊരു പശു. അയ്യോ, എൻ്റെ തല അതിൻ്റെ അകത്ത് പെട്ടുപോയതാണ്. കോലം ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ഇത് തള്ള പശു. നമുക്ക് ഒരു സ്കിൻ കെയർ ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഒരു മോയ്സ്ചറൈസറും ലിപ് ബാമും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എനിക്കത്ര ഐഡിയ ഒന്നുമില്ല വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാനായിട്ട്. വീട്ടിൽ ഒരു പണിയും ചെയ്യാത്തതുകൊണ്ട് ഇവിടെ വന്നിട്ട് തട്ടിയും മുട്ടിയും പഠിച്ചു. ഞാനിപ്പം റിൻസ് ആൻഡ് സ്പിൻ ഇട്ടു. ഒരു പ്രാവശ്യം ഞാൻ വാഷ് ചെയ്തിട്ടുള്ളൂ ഇതിന് മുമ്പ്. 22 മിനിറ്റ്സ് കാണിക്കുന്നുണ്ട്. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി കുറച്ച് നേരം നമുക്ക് ബാൽക്കണിയിലിരിക്കാം. ചുമ്മാ കിടക്കുകയാണ് ഞാൻ. കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുറേ DMs കാര്യങ്ങളൊക്കെ. ഞാൻ 2-3 ദിവസം കൊണ്ട് റിപ്ലൈ ഒന്നും കൊടുക്കണില്ല. കുറച്ച് ബിസി ആയിപ്പോയി. ഞാൻ അതിനൊക്കെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാക്സിമം കൊടുത്തു, ഇനിയുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് ഇത്രയും കമൻസ് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇടുമെന്ന്. എനിക്കിഷ്ടപ്പെട്ട് കമൻസൊക്കെ ഇങ്ങനെ വരണതൊക്കെ എനിക്കിഷ്ടപ്പെട്ട്. പക്ഷേ എനിക്ക് ടൈമില്ല അതിനൊക്കെ റിപ്ലൈ ഇപ്പോൾ കൊടുക്കാനായിട്ട്. അതാണ് മെയിൻ പ്രശ്നം എന്ന് പറയണത്. വണ്ണ് കഴിച്ചതിൻ്റെ ഇതൊക്കെ പോയി, എഫക്റ്റ് പോയി. നല്ല വിശപ്പ് പറഞ്ഞുണ്ട്. ഫുഡില്ല. ഇനി പുറത്ത് പോകണം. നമ്മൾ പണ്ട് താമസിച്ചിരുന്ന ദർഗയിൽ പോകാമെന്ന് വിചാരിച്ച്. അവിടെയാണ് കുറച്ചും കൂടെ, ഇവിടത്തെ കാട്ടി കുറച്ചും കൂടെ ബെറ്റർ അവിടെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ. പിന്നെ DMart അവിടെയാണുള്ളത്. അപ്പോൾ DMartൽ പോകണം. ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. പിന്നെ അവിടെ നമ്മളെപ്പോഴും കഴിക്കുന്ന ഒരു ഫ്രൈഡ് റൈസ്, എൻ്റെ പഴയ വ്ളോഗൊക്കെ കാണുന്നവർക്കറിയാം. അപ്പോൾ ആ ഫ്രൈഡ് റൈസ് കഴിക്കാൻ തോന്നുന്നു. അത് കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുകയാണ്. ഇനി എന്താണ് പണി? ഇനി കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. കുറച്ച് എഡിറ്റിംഗ് ഉണ്ട്. പിന്നെ ബാൽക്കണിയിലിരുന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാം.
സോ നമ്മളിതാ റെഡിയായി ഇറങ്ങി. ഞാൻ വലുതായിട്ടൊന്നും റെഡിയായില്ല. രാവിലെ മൂടുണ്ടായിരുന്നാലും ഇപ്പം ആ മൂടങ്ങ് പോയി. ഇപ്പോൾ ഒരുമാതിരി ഇരിക്കുകയാണ്. ഫുഡില്ല, ഫുഡ് കഴിക്കണോണ്ട് പുറത്തിറങ്ങുന്നു. അങ്ങനത്തെ ഒരു ഇതിലിരിക്കുകയാണ്, മൂഡിലിരിക്കുകയാണ് ഞാൻ. ഓക്കെ, എന്തായാലും പ്ലാൻസ് അല്ല, ഫുഡ് കഴിക്കണമെങ്കിൽ പുറത്തിറങ്ങണം. അതുകൊണ്ട് എന്തായാലും നമുക്ക് പോയിട്ട് വരാം. ലേറ്റ് ആവുമെന്ന് തോന്നുന്നു. ഡിമാർട്ടിലൊക്കെ പോകണം. അതുകൊണ്ട് അത്ര ഒരുങ്ങൊന്നുമില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം പിന്നെ എന്താ ദർഗയിലോട്ടെത്തി. ഇവിടെ എത്തിയപ്പോൾ എന്തോ ഒരു സമാധാനം. കാരണം നമുക്ക് അവിടത്തെ കാട്ടി കുറച്ചും കൂടെ അറിയാമെന്നുള്ളതും മീൻസ് പ്ലേസസ് ഒക്കെ ഇവിടെയാണ് അറിയാമെന്നുള്ളത്. ഫുഡ് സ്പോട്ടും ഇവിടെയാണുള്ളത്. സോ അതുകൊണ്ട് ഒരു ചെറിയ ഒരു സന്തോഷം തോന്നുന്നു. എന്തായാലും ആദ്യം ഫുഡ് കഴിക്കാം. നല്ല വിശപ്പുണ്ട്. ഇപ്പം എത്ര മണിയാണ്? 5 മണിയായ 4 മണി. ഓക്കെ, അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. ലഞ്ചാണ് കേട്ടോ നമ്മൾ കഴിക്കാൻ പോണേ. എൻ്റെ പൊന്നെ, വല്ല വിധവും ഡിമാർട്ടിൽ നിന്ന് ഇറങ്ങി. ട്രോമ എനിക്ക് ഛർദ്ദിക്കാൻ വരുമായിരുന്നു. ഇല്ല, ശ്വാസം മുട്ടുള്ളൊരു ഫീല് കുറേ ആൾക്കാരെ കണ്ടിട്ട്. ഇനി നമുക്ക് എന്തെങ്കിലും കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാം. അങ്ങനെ വല്ല വിധവും വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളാണ് ഡിമാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കോൺഫ്ലേക്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ക്യൂട്ട് വാട്ടർ ബോട്ടിൽ കണ്ട് അതിനെ അങ്ങ് പൊക്കി. ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്ന ഒരെണ്ണം വാങ്ങണമെന്ന്. പിന്നെ സോക്സ് ഇല്ലായിരുന്നു, വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ, അവൽ, പിന്നെ ഒരു യോഗട്ട്. ഈ ഒരു ഫ്ലേവർ ടേസ്റ്റ് ചെയ്തിട്ടില്ല, അപ്പം അതും ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഒരെണ്ണം വാങ്ങി. അങ്ങനെ എന്തൊക്കെയോ പയർ എന്തൊക്കെയൊക്കെയോ വാങ്ങി. ഒരാഴ്ചത്തേക്കുള്ള എല്ലാ കംപ്ലീറ്റ് സാധനങ്ങളും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ആ യോഗട്ട് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഫസ്റ്റ് എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പം വലുതായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അങ്ങോട്ട് ആ ഫുള്ള് കഴിച്ചത് ഞാനായിരുന്നു, അവൾക്ക് ഇഷ്ടപ്പെടാതെ. സോ ഇതൊക്കെ തന്നെ. സോ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.